നമ്മൾ ചെയ്യാൻ പോണ വർക്ക് എന്താ വെച്ചാൽ ഇത് iPhone 13 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇയർ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അത് മാറ്റണം, അല്ലെങ്കിൽ എന്താ കംപ്ലൈൻറ്റ് എന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ വർക്ക് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു കണ്ടീഷനിലുള്ള സെറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ പൊക്കിയിട്ട് വേണം നമുക്ക് ബാറ്ററി മാറ്റാൻ, അല്ലെങ്കിൽ ഇയർ സ്പീക്കർ മാറ്റാൻ, അങ്ങനെ ഓരോ പാർട്സുകളും മാറ്റാൻ. അപ്പോൾ ഓൾറെഡി ഡിസ്പ്ലേ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ടെൻഷനാണ്. കാരണം കണ്ടില്ല, ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇൻ കേസ് ഇത് നമ്മൾ അയക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് മാത്രമേ നമുക്ക് ഇത് അയക്കാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതലും നമ്മൾ കസ്റ്റമറോട് ചാൻസ് പറയും, അതായത് 100-ലൊരു 99% പോവില്ല, 1% നമുക്ക് ചാൻസ് വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വർക്കിലേക്ക് പോകാം. ഓക്കെ, സെറ്റ് കണ്ടീഷനാണ്, ഡിസ്പ്ലേ ഓക്കെയാണ്, വർക്കിംഗ് ആണ്, പൊട്ടുണ്ട് എന്നുള്ളൂ. പക്ഷേ സെറ്റ് കണ്ടീഷൻ കണ്ടില്ല, ഓൺ ആവുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഡിസ്പ്ലേൻ്റെ കണക്ടർ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിൽ കാണണം. എന്നിട്ട് വേണം ഡിസ്പ്ലേ പൊക്കാൻ. അതായത് ഇത് ഓൾറെഡി ആകെ പൊട്ടി തീരുമാനമായിട്ടുണ്ട്. നല്ല കെയർഫുള്ളായിട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. ഡിസ്പ്ലേ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും കസ്റ്റമർ. അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ 13-ൻ്റെ കണക്ടർ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ബാക്ക് ക്യാമറ ഉണ്ടല്ലോ, ക്യാമറൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഈ സെക്ഷനിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കണക്ടർ വരുന്നത്. അത് നമ്മൾ ആ സൈഡിലേക്കാണ് ഇത് പൊക്കേണ്ടത്. ഇത് പൊക്കിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ഇയർ സ്പീക്കർ. നമ്മൾ ഈ ഒരു പോർഷന് അയച്ചിട്ട് സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇവിടെ 3-4-5 കണക്ടർ വരുന്നുണ്ട്. അപ്പോൾ ആ കണക്ടറൊക്കെ നമ്മളൊന്ന് റിമൂവ് ആയിട്ടുണ്ടോ നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കണക്ടറും ഒന്ന് ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് റീകണക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇയർ സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്യുക, ഓക്കെ ആണോ. ഇതാണ് നമ്മളെ ഇയർ സ്പീക്കർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ടറാണിത്. നമുക്ക് ഈ സെക്ഷനിലുള്ള എല്ലാ കണക്ടറുകളും ഒന്ന് ഊരിയിട്ട് രണ്ടാമതൊന്ന് ഇട്ട് നോക്കാം. എല്ലാ കണക്ടറുകളും നമ്മൾ റിമൂവ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തയ്ക്കുന്ന സമയത്ത് ഒരു കണക്ടർ ഓട്ടോമാറ്റിക് റിമൂവ് ആയിട്ട് കിടക്കരുന്ന്, ചാടിയ സമയത്ത് ആയതായിരിക്കാം ചിലപ്പോൾ. എന്തായാലും എല്ലാ കണക്ടറുകളും ഒന്ന് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് റീകണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇയർ സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ ഇനി പാക്കിംഗ് ആണ്. സ്ക്രൂ കാര്യങ്ങളെല്ലാം ഇട്ട് എല്ലാം ഓക്കെയാണ്. ഡിസ്പ്ലേ ക്ലോസ് ചെയ്യാം. ഡിസ്പ്ലേ അടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഈ മുകളിലത്തെ ഈ സെക്ഷനാണ് ഇടേണ്ടത്. ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇതിൻ്റെ അകത്ത് 2 കാലുണ്ട്, എന്നിട്ട് കണക്റ്റ് ആക്കിയിട്ട് ഇവിടെ നിർത്താം ഫസ്റ്റ്. എന്നിട്ട് ബാക്കി 4 സൈഡ് പ്രസ് ചെയ്യും. അപ്പോൾ ഓക്കെ, സെറ്റ് ഓഫ്. പിന്നെ സെറ്റ് ഓണാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് ഇയർ സ്പീക്കർ ഊരിയിട്ട് അതിൻ്റെ കണക്ടറൊക്കെ ഊരിയിട്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്ന് പറയാം. ഫോൺ എന്താവശ്യത്തിന് നമ്മൾ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊന്ന് ജസ്റ്റ് ഓണാക്കിയിട്ട് നോക്കണം. കാരണം ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ. നമ്മളിത് ഓണാക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ ഓക്കെയാണ്. കാരണം ഓൾറെഡി ഇത് മൊത്തം പൊട്ടിയിട്ടുണ്ട്. ഡിസ്പ്ലേ ഓൾറെഡി പൊട്ടിയതാണ്. പക്ഷെ കസ്റ്റമർക്ക് ചിലപ്പോൾ ഞാൻ എന്നപ്പോൾ ഓണായിരുന്നല്ലോ എന്നുള്ളൊരു മൈൻഡായിരിക്കാം.